ലൈനപ്പുകളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ? സ്റ്റുഡൻസ് ഉണ്ട്, മെഡിക്കൽ മിറാക്കിൾ ഉണ്ട്. ഇതാണ് കൂടുതൽ നായകനെ പ്രസന്റ് ചെയ്ത് ഭയങ്കര വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ നെസ്ലിനെ പ്രസന്റ് ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസമായിട്ടൊന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ആണ്, എനിക്കറിയില്ല. ഷർഫുക്കല്ല അഭിനയിച്ചിട്ടുള്ളത്. എന്താണ് പറയാനുള്ളത്? ഹാപ്പി, ഫുൾ പോസിറ്റീവ് റെസ്പോൺസ് ആണ്. ഹാപ്പി, ഫുൾ റെസ്പോൺസ് പോസിറ്റീവ് ആണ്. കണ്ട രാവിലെ ഹാപ്പിയാണ്. കോമഡി പടം എന്നുള്ള രീതിയിലുള്ള ആ ഒരു സന്തോഷമുണ്ട് ഭയങ്കരമായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഫാമിലി ആയിട്ട് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന, കുട്ടികളുമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമ. അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിൽ ഇത്രയും ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും നല്ല റെസ്പോൺസ്, മൊത്തത്തിൽ ഹാപ്പിയാണ്. ജഗദീഷ് ചേട്ടൻ അവര് ടീമൊക്കെ ജഗദീഷ് ചേട്ടൻ ഉണ്ടായിരുന്നു, രാവിലെ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടു, വിളിച്ചു, ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു. ഭയങ്കര സന്തോഷം. നിങ്ങളായിട്ടും ഷറഫുക്ക നമസ്കാരം. നമ്മളന്ന് കണ്ടായിരുന്നു മറ്റേ മധുവിധു. ഇപ്പൊ അഭിപ്രായങ്ങളൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത്. ഇപ്പൊ ഷറഫുഖാനെ ഇപ്പൊ എല്ലാവരും കാണുന്ന നല്ലൊരു ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അങ്ങനെയല്ല, അപ്പൊ ഈ ആളുകളെ ചിരിപ്പിക്കാനൊക്കെ ഭയങ്കര ഒരു പ്രത്യേക ഒരു കഴിവുള്ളൊരു നടനാണ് ഷറഫുഖ. അപ്പോൾ ഇക്കാടെ പടങ്ങളൊക്കെ കാണുമ്പോൾ ആളുകൾ എന്താ സംസാരിക്കാറ്, അല്ലെങ്കിൽ ഈ പടം കണ്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആളുകൾ എന്താ സംസാരിച്ച? മധുവിധ കണ്ടിട്ട് എന്താണ് ആളുകൾ സംസാരിച്ചത്? അല്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. തിയേറ്ററിൽ ഭയങ്കര ചിരി ഉണ്ടെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. തിയേറ്ററിൽ ചിരിപ്പിക്കുക എന്ന് പറയുന്നതാണ് നമുക്കിപ്പോൾ എല്ലാ രീതിയിലും എല്ലാവർക്കും ഒരു സന്തോഷം തോന്നുന്നത്. ചിരിപ്പിക്കുക, അതുമാത്രമല്ല ഒരു റിപ്പീറ്റ് ആയിട്ടുള്ള കോമഡി അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല സ്റ്റൈൽ, അതിൻ്റെ ഒരു രീതിയിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവുക. അതാണ് ഏറ്റവും കൂടുതൽ സക്സസ് ആവുന്നത്. അപ്പം അത് വർക്കായിട്ട് ഭയങ്കര സന്തോഷമാണ്. അല്ല, ഇപ്പം മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ പടം പോലും വലിയൊരു ഹിറ്റിലേക്ക്, ഇൻഡസ്ട്രി ഹിറ്റിലേക്കൊക്കെ മാറുന്നൊരു സമയമാണ്. അതെ, അപ്പോൾ ഒരു നല്ലൊരു ത്രെഡ് അല്ലെങ്കിൽ നല്ലൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ സിനിമ വിജയിപ്പിക്കുകയും ജനങ്ങൾ വരുന്നൊരു കാര്യമാണ്. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം. ഓക്കെ, പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും? അല്ല, ഷറഫുക്ക് ഓഫ് സ്ക്രീന് ഭയങ്കര ഹ്യൂമർ കൈകാര്യം, ഇങ്ങനെ കൗണ്ടർ കാര്യങ്ങളൊക്കെ വരില്ല. അപ്പോൾ ഈ ഇങ്ങനെ കൗണ്ടർ കാര്യങ്ങളൊക്കെ ഓഫ് സ്ക്രീൻ ഇങ്ങനെ ചെയ്യുന്ന, അതേപോലെ വൈറലാവുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഞങ്ങൾ ഇടുന്ന കാര്യങ്ങളൊക്കെ വൈറലാവുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ഹ്യൂമർ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഇത് ഗുണം ചെയ്യാറുണ്ടോ? അങ്ങനെ കയ്യിൽ നിന്ന് ഇടുന്ന സാധനങ്ങൾ, സിറ്റുവേഷൻസ്, കാര്യങ്ങൾ? ഞാൻ ഭയങ്കര കൗണ്ടർ ഭയങ്കര അടിപൊളിയായിട്ട് പറയുന്ന ഒരാളൊന്നും വന്ന് എനിക്ക് തോന്നില്ല. അപ്പൊ നിങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ പേരിൽ സംസാരിക്കുന്നത് വർക്കാവുന്നതായിരിക്കും. അല്ല, ഭയങ്കര എനിക്ക് ഇതിൽ നന്നായിട്ട് കൗണ്ടറൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളടുത്ത് സംസാരിക്കുന്നതിൻ്റെ ഒരു ഇത് മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ പൊതുവായിട്ട് നമ്മളങ്ങനെ ഹ്യൂമറൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ടായിരിക്കും അങ്ങനെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചിലപ്പോൾ കോമഡിയൊക്കെ ആയിട്ട് തോന്നുന്നത്. ഇപ്പൊ ഈ സ്ക്രിപ്റ്റിലൊക്കെ ആണെങ്കിലും ഈ ഹ്യൂമർ കൈകാര്യം ചെയ്യാൻ കൂടുതൽ പാടുന്ന ചില നടന്മാർ സംസാരിക്കുന്നുണ്ടായിരുന്നു. മമ്മൂക്കയെ സംബന്ധിച്ച് ഹ്യൂമർ കൈകാര്യം ചെയ്യാൻ ഭയങ്കര റിസ്ക് ആണെന്ന് സംസാരിക്കുന്നത്. ഇപ്പൊ ഈ ഷറഫുഖാക്ക് വരുന്ന കൂടുതൽ സ്ക്രിപ്റ്റുകളും ഹ്യൂമർ ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റല്ലേ കൂടുതൽ വരുന്നത്. ഇപ്പൊ എൻ്റെ ഒരു സേഫ് സോൺ ഇത്തിരി ഹാപ്പി ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമറുള്ള കോമഡി സിനിമകളാണല്ലോ. അപ്പൊ അങ്ങനത്തെ സിനിമകൾ നമ്മൾ മെയിൻ ലീഡ് ചെയ്യുന്നതെന്നാണ് ഉള്ളത്. പക്ഷെ അതിനിപ്പോ കൂടുതലടി ഇനി അങ്ങനെ ആയിരിക്കും, ഈ ടച്ച് ഇടുവാണ്. ഇനിയിപ്പോ ലീഡ് ചെയ്യുന്നതൊക്കെ വേറെ ടൈപ്പ് ഓഫ് സിനിമകളായിരിക്കും വിചാരിക്കും. ഇപ്പൊ ഷറഫുഖാനെ സംബന്ധിച്ചൊരു നെഗറ്റീവ് റോളിലേക്ക് വന്നാലും പിന്നെ ഒരു കോമഡി ട്രാക്കിലേക്ക് വന്നാലും ആളുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു നടനാണ്. അപ്പൊ അതൊക്കെ എങ്ങനെയാ നോക്കി കാണുന്ന ഒരു? അല്ല, അത് ഭയങ്കര ഭാഗ്യമായിട്ട് കണ്ടാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടോ ദൈവാധീനം കൊണ്ട് അതെല്ലാവർക്കും വർക്കാവുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമാണ്. അത് എന്താ പറയാ, അതൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഇനി വരാനുള്ള ലൈനപ്പുകളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ? ടൈംസ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, മെഡിക്കൽ മിറാക്കിൾ ഉണ്ട്. ഇതാണ് ഇറങ്ങാനുള്ള സിനിമകൾ. മോളി ടൈംസിന്റെ നെസ്ലിന്റെ പാട്ട് ഭയങ്കര വൈറലായിട്ടുണ്ട്. നെസ്ലിൽ ആദ്യമായിട്ടാണ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ട് ശ്രദ്ധിച്ചു. ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടുണ്ട്. കൂടുതൽ ഞാൻ കണ്ടായിരുന്നു, ഞാൻ ആ പാട്ട് കണ്ടായിരുന്നു. അത്ര എഫേർട്ട് ഇട്ട് ഒരു വർക്ക് ചെയ്ത ആ പാട്ട് അത്ര വർക്കായാലും പുള്ളി ആ എഫേർട്ട് ഇട്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമുക്കതൊരു മോട്ടിവേഷനാണ്. മോളിവുഡ് ടൈംസിനെ കുറിച്ചിട്ട് പ്രശാന്ത് ഏട്ടനോട് ചോദിച്ചപ്പോൾ പ്രശാന്ത് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഭിനയം ഞങ്ങളോട് കഥ കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല, എന്താണ് സീൻ, ആ സീനിന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ എന്ന് പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഷർഫുഖാക്കും അങ്ങനെ തന്നെയായിരുന്നു, കഥ കാര്യങ്ങളൊന്നും അറിയാത്ത രീതിയിലാണ്. ആ ഒരു ധാരണയുണ്ട്. പിന്നെ എന്റെ ക്യാരക്ടറാണ് എനിക്ക് കൂടുതൽ അറിയാവുന്നത്.
ധാരണയുണ്ട് കഥ ഇങ്ങനൊരു കഥയാണെന്നറിയാം. പിന്നെ ബാക്കിയുള്ള എല്ലാം എൻ്റെ ക്യാരക്ടറാണ് കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. പിന്നെ അഭിനയമായത് കാരണം കൊണ്ട് അത് അഭിനവനെ അറിയുള്ളൂ ആ ഫൈനൽ സിനിമ എന്താണെന്നുള്ളത്. അങ്ങനത്തെ ഒരു ഫിലിം. അഭിനവ് ബ്രോയുടെ ഫസ്റ്റത്തെ ഫിലിം ഭയങ്കര രീതിയിൽ മലയാള സിനിമയിൽ കാണാൻ ഡാർക്ക് ഹ്യൂമർ നായകനെ പ്രസന്റ് ചെയ്ത് ഭയങ്കര വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ നെസ്ലിനെ പ്രസന്റ് ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസമായിട്ടൊന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അല്ലേ? ആണ്, എനിക്കറിയില്ല. ഷർഫക്കല്ല അഭിനയിച്ചിട്ടുള്ളത്. പ്രതീക്ഷിക്കണം. ഷർഫുക്ക് അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇപ്പൊ നാളെ അടുത്ത സിനിമ നല്ല സക്സസ് ആവട്ടെ. അല്ല എല്ലാം അടുത്തതാണല്ലോ. അടുത്തത് അച്ഛനല്ലേ അവിടെ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ. ഒരൊറ്റ കാര്യം കഴിഞ്ഞാൽ ഡിയർ സ്റ്റുഡൻസ് ഷൂട്ടിംഗ് കഴിഞ്ഞ് കുറെ നാളായി കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ റിലീസ് കാര്യങ്ങളൊക്കെ അതെന്തോ റൈറ്റ് ടൈം റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ കുറച്ച് ടെക്നിക്കൽ എന്താ പറയാ കുറച്ച് വർക്കും കൂടി പെൻഡിങ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് ഇപ്പൊ ഒരാഴ്ചക്കുള്ളിലോ മറ്റോ അത് അതിന്റെ ഫൈനൽ പടം കഴിയും. എന്നിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ജൂണിലൊക്കെ ആയിട്ട് റിലീസ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പൊ ഈ വർഷമുള്ള ലൈനപ്പുകളൊക്കെ പൊളിക്കട്ടെ അല്ലേ? ഭയങ്കര അടിപൊളിയാവട്ടെ. നിങ്ങളൊക്കെ നിങ്ങളുടെ പരിപാടികളൊക്കെ വന്നോട്ടെ. കൂടുതൽ വീഡിയോസ് ഒക്കെ വൈറലാവട്ടെ. തമ്പുരാൻ നിങ്ങൾക്ക് എല്ലാ വർക്കത്തും ചൊരിയട്ടെ. ഞാനൊരു റിക്വസ്റ്റ് ഉണ്ട്. ഒന്ന് മറ്റേ അമലേട്ടനോടൊന്ന് പറയോ? അതായത് ബാച്ചിലർ പാർട്ടി കഴിഞ്ഞിട്ടില്ലേ, അടുത്തത് ദുൽഖറിനായിട്ട് ഒന്ന് പടം ചെയ്യാൻ വേണ്ടിയിട്ട് അമലേട്ടനോടൊന്ന് റിക്വസ്റ്റ് ചെയ്യും. ഷർഫൊക്കെ ഞാൻ പറഞ്ഞാൽ മതി. ഞാൻ പറയാം എന്തായാലും അങ്ങനെയാണ്. എല്ലാ വേൾഡ് സിനിമകളുടെ ഇടയിൽ ഒരു പ്രേമം പിന്നെ അടിപൊളിയല്ലേ അല്ലേ? ഒരു ഭാഗ്യമായിട്ട് കാണുന്നല്ലേ? എല്ലാം ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല എല്ലാം ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ സംഭവിച്ച എല്ലാം നല്ലതാണ്. അടിപൊളി. അടുത്തൊരു പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരു പടം അടി ഉണ്ടാവും. പിന്നെ ഷെർഫൊക്കെ ആയിരിക്കും നായകൻ. വേണോ? പിന്നെ ഓക്കെ ശരി. നിങ്ങൾക്കൊരു പ്രത്യേകതരം ഫാൻസ് ഉള്ളത് അതല്ല ഓക്കെ. ഞാൻ ഇരിക്കാന്ന് വിചാരിച്ചു നിങ്ങൾ കുഴപ്പമില്ല. താങ്ക് യു. അടിപൊളിയാവട്ടെ. നിങ്ങൾ ഉണ്ടാവില്ലേ 2 ദിവസം ചുറ്റോടൊക്കെ പൊളിക്കാം അല്ലേ? നിങ്ങൾ ഈ ബാച്ച് ഒന്നും മിണ്ടൂല്ലോ. ഒന്നും മിണ്ടി നോക്കട്ടെ. ഒന്നും മിണ്ടോ? മറ്റേ സാധനം ഇടുന്നതന്നെയാണ് എനിക്ക് കണ്ട ക്യാപ്ഷൻ. സാധാരണക്കാരനെ പോലെ നീലക്കുലും ആളെ എനിക്കറിയില്ല. ക്യാപ്ഷൻ ഇപ്പം അടുത്ത് തോന്നില്ല എല്ലാവർക്കും. മാറ്റണം. എല്ലാവരും ക്യാപ്ഷൻസ് ഒക്കെ ഒന്ന് മാറ്റി പിടിക്കുന്നത് നല്ലതായിരിക്കും. മൈനക്ക് നെഞ്ചടിക്കുന്നു അല്ല ചെറുതായിട്ട് മാറ്റം വേണ്ട. മലയാള സിനിമ മാറുന്നു. അപ്പൊ മലയാള സിനിമയിലെ പ്രൊമോട്ടേഴ്സ് മാറണ്ടേ? ഓക്കെ. താങ്ക് യു.